അതിജീവനത്തിന്റെ സന്ദേശവുമായി വയനാടിനെ വീണ്ടെടുക്കാൻ റിപ്പോർട്ടറിന്റെ മഹാവാഹന റാലി അല്പസമയത്തിനകം നടക്കും. ലക്കിടി, മേപ്പാടി, അമ്പലവയൽ, ബത്തേരി വഴി കൽപ്പറ്റയിലാണ് സമാപനം. 9 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. പ്രേക്ഷകർക്കും ഈ വാഹന റാലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വി എസ് രഞ്ജിത്തും മുബഷീർ പി അക്ബറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്തയും ഇതുതന്നെയാണ്. നമ്മളും വയനാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഈ വാഹന റാലി എപ്പോഴാകും തുടങ്ങുക? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്? വാഹന റാലി അല്പസമയത്തിനകം ലക്കിടിയിൽ ആരംഭിക്കും. വയനാടിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ പ്രഭാതമാണ്. കാരണം ഈ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിനു ശേഷം ഈ നിശ്ചലമായി പോയ വയനാടിൻ്റെ വ്യാപാര മേഖല, ടൂറിസം മേഖല, വയനാടിൻ്റെ എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോൾ ആ സാധ്യതകളെല്ലാം തുറക്കുന്ന, ഈ ദുരന്തത്തിൻ്റെ മുറിവുണക്കുന്ന വലിയ സംരംഭമായിട്ടായിരിക്കും ഈ മഹാവാഹന റാലി നടക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ലക്കിടിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ റാലി ആരംഭിക്കും. ഡോക്ടർ അരുൺ ഉൾപ്പെടെ, പി വി അൻവർ MLA ഉൾപ്പെടെയുള്ള, വൈത്തിരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം റൈഡേഴ്സ് ഉൾപ്പെടെ, ഓഫ് റോഡ് റൈഡേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ റാലിയിൽ അണിനിരക്കുന്ന ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരും. വലിയ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എനിക്കൊപ്പം ദീപക് മലയമ്മയും മുബഷീറും ഉണ്ട്. മുബഷീർ, ദീപക്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ആ റൂട്ട് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. കാരണം ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആദ്യം നമുക്ക് ആ റൂട്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ ലക്കിടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വൈത്തിരിയിലെത്തും, ചുണ്ടാൽ, മേപ്പാടി, അത് കഴിഞ്ഞ് പിന്നീട് വടുവഞ്ചാൽ, അവിടെ നിന്ന് ചുള്ളിയോട് കഴിഞ്ഞ് പിന്നീട് ബത്തേരിയിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ നമ്മൾ കൽപ്പറ്റയിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട് ഒലിച്ചു പോയിട്ടില്ല. വയനാട് അതിൻ്റെ അതേ പ്രതാപത്തോടു കൂടി ഇവിടെ നിലനിൽപ്പുണ്ട്. സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്താം. ചൂരൽമലയും മുണ്ടക്കയും നമ്മുടെ വേദനയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വയനാട്ടിലെ ജനത എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവനം നടത്തി, ഒപ്പം തന്നെ ഹോട്ടൽ വ്യാപാരം, അങ്ങനെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപജീവനം നടത്തി ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവരുടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമുക്കൊപ്പം 19 സംഘടനകളാണ് അണിചേരുന്നത്. അതിൽ വയനാട് ടൂറിസം അസോസിയേഷനുണ്ട്, വയനാട് ടൂറിസം ഓർഗനൈസേഷനുണ്ട്, വയനാട്ടിലെ വ്യാപാരി വ്യവസായികളുണ്ട്, ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന യാത്രികർ പോലുള്ള റൈഡേഴ്സിൻ്റെ ക്ലബ്ബുകളുണ്ട്, അതുപോലെ KHRA പോലുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ക്ലബ്ബുണ്ട്. വലിയൊരു പിന്തുണ മുബഷീർ നമുക്കിതിന് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നലെ മുബഷീർ വന്നപ്പോൾ ഇവിടുത്തെ ഈ വ്യാപാര മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ളൊരു നിശ്ചലാവസ്ഥ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ടൂറിസം മേഖലയാണ് പ്രധാനപ്പെട്ട വരുമാനം. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം വയനാട് പൂർണ്ണമായും തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പുതുജീവനേകുന്നതിന് നമ്മുടെ ഈ ഒരു പദ്ധതി, ഈ പ്രോഗ്രാം വളരെയധികം കരുത്തേകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പങ്കാളിത്തം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്ന് ഏകദേശം 5 മണിയോടുകൂടി തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 5 മണിയോടെ എത്തിച്ചേർന്ന ഘട്ടത്തിൽ തന്നെ പല മേഖലകളിൽ നിന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റൈഡേഴ്സ് പല വാഹനങ്ങളിലായി ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പല മേഖലകളിലുള്ള ആളുകൾ കൈകോർക്കുന്നു വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത. പലയിടങ്ങളിൽ എന്താ പറയുക, അവരുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും പലയിടങ്ങളിൽ ആളുകൾ ഇറങ്ങി നിൽക്കുന്നുണ്ടാകും. പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ ചർച്ചയാകും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കൽപ്പറ്റയിൽ പരിപാടി അവസാനിക്കുന്ന സാഹചര്യത്തിലും ആ തരത്തിലുള്ള ധനസഹായം നമ്മൾ നൽകുന്നുണ്ട്. ഏകദേശം 100-ലധികം കുടുംബങ്ങൾക്കാണ് 23 ലോറികളിലായി എത്തിക്കുന്ന വീട്ടുപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5ഓളം വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകിയിട്ടുള്ള വാഹനങ്ങൾ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ വയനാടിനൊരു പുതുജീവൻ നൽകേണ്ടത് അനിവാര്യമാണെന്നൊരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് റിപ്പോർട്ടർ TV ഇത്തരമൊരു പ്രവർത്തനമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം വലിയ പങ്കാളിത്തമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട് ഈ ഒരു പരിപാടിയുമായി. നമുക്ക് ഇവിടെ ഈ ദുരന്തത്തിൻ്റെ മുറിവുണക്കുക എന്ന് പറയുന്നത് ദുരന്തബാധിത പ്രദേശത്ത് മാത്രമല്ല, വയനാട്ടിനാകെ ഉണ്ടായിട്ടുള്ള നിശ്ചലാവസ്ഥയാണ്. നമ്മുമായി സഹകരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ യാത്രികൻ ക്ലബിൻ്റെ, സ്വാഭാവികമായിട്ടും ഇതൊരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ക്ലബ്ബുകൾ വളരെ എന്താ പറയുക, വോളണ്ടറി ആയിട്ട് ഇതിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. എന്താണ് നിങ്ങളിതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കുന്നൊരു മെസ്സേജ്? നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് തന്നെ കണ്ടു, ഇവിടെ എന്താ വെച്ചാൽ ചുരത്തിൽ എവിടെയും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം മൊത്തത്തിൽ നിശ്ചലാവസ്ഥയിലാണ് ഉള്ളത്. അതൊന്ന് ഉണർത്തിയെടുക്കുക. ഇത് തന്നെയാണ് റീബിൽഡ് വയനാട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്.
അതിനോട് അണിചേരുന്നു. റിപ്പോർട്ട് സ്ഥിരമായിട്ട് വയനാട്ടിലൊക്കെ വരുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മൾ വരുമ്പോൾ ഇങ്ങനെയല്ല വയനാട് മുമ്പ്, അതൊന്ന് പഴയതുപോലെ ആക്കിയെടുക്കും. അതേ നമ്മൾ വയനാട് നേരത്തെ എങ്ങനെയായിരുന്നോ അതേ വയനാട്ടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ തുടക്കമായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും തർക്കമൊന്നുമില്ല. കാരണം വയനാടിനെ വീണ്ടെടുക്കേണ്ട ആവശ്യകത അത് വളരെ വലുതാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഉണ്ടായ ദുരന്തം അത് വലിയ ദുരന്തം തന്നെയാണ്. നമുക്ക് നിരവധിയായ മനുഷ്യരെ കണ്ടെത്താനുണ്ട്, യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണ്? നമ്മൾ നേരത്തെ ആ യാത്രികൻ്റെ ടീമൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ലക്കിടി മുതൽ നമ്മൾ വയനാടിൻ്റെ ഓരോ കൈവഴികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ കടകൾ അടഞ്ഞു കിടക്കുന്നു. വീട്ടിൽ ഊണ് എന്ന നിലയിൽ ഉപജീവനം കണ്ടെത്തിയ അമ്മമാരുൾപ്പെടെ കഷ്ടപ്പെടുന്ന സാഹചര്യം. അവർക്ക് ഇത് വിൽക്കണമെങ്കിൽ ആരെങ്കിലും എത്തണ്ടേ? ആളുകൾ എത്തിച്ചേരാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടാവേണ്ടതില്ല. അക്ഷരാർത്ഥത്തിൽ വയനാടിൻ്റെ ഒരു വേദന എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ കാര്യത്തെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അത് വയനാടിനൊരു കൈത്താങ് വേണം എന്നുള്ള തരത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് വയനാടിനെ ഒന്നടങ്കം ബാധിച്ച ഒരു വിഷയം എന്നുള്ള നിലയിലല്ല. വയനാട്ടിലുള്ള ചൂരൽമലയും പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശത്തുണ്ടായ ദുരന്തത്തെ നമ്മൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അവർക്ക് സഹായം കിട്ടേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് അത് കാണിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ വയനാടിൻ്റെ മൊത്തം പ്രശ്നം എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കപ്പെടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ വയനാടിനെ ഉണർത്തണം എന്നുള്ള ആവശ്യകതയോടുകൂടി റീബിൽഡ് വയനാട് എന്നുള്ള ഒറ്റ സ്ലോഗൻ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ടർ TV ഇത്തരത്തിലൊരു ഉദ്യമത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ തന്നെ ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ റിയാക്ഷൻസ് അത്തരത്തിലുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈ വയനാട് എന്ന് പറയുന്നത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ രമ്യഹർമ്മ്യം എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ വിനോദസഞ്ചാര കേന്ദ്രം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ വയനാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കണം. ഇവിടെ സഞ്ചാരികളെത്തണം, ഇവിടുത്തെ ടൂറിസം മേഖല ഉണർന്നിരിക്കണം, ഇവിടുത്തെ വ്യാപാരികൾക്ക് കച്ചവടം ഉണ്ടാവണം, അവിടെ ജീവിതവും ഒക്കെ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ മഹാവാഹന റാലി നമുക്കൊപ്പം നമ്മൾ ഇവിടെ അണിചേരുന്നത്. നമുക്കൊപ്പം പ്രകൃതി കൂടി നമുക്കൊപ്പം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കോടമഞ്ഞുകൾ ഇവിടേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്നു. ആ പ്രകൃതി സൗന്ദര്യം കൂടി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ നിങ്ങളെ വയനാട് മാടി വിളിക്കുന്നുണ്ട്. സഞ്ചാരികൾക്ക്, കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള സഞ്ചാരികൾക്ക് വയനാട്ടിലേക്ക് എത്താം. വയനാട് ഇനി നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും എന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയായിരിക്കും ഈ മഹാവാഹന റാലിയിലുടനീളം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രുതി.